നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തി. വിള്ളൽ വീണ സംഭവം കരാറുകാരന്റെ പിഴവെന്നും കേന്ദ്ര സർക്കാരും ഹൈവേ അതോറിറ്റിയും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ. പൂങ്കുന്നം മുതൽ കല്ലുംപുറം വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം ഗതാഗത കുരുക്കും രൂക്ഷമാകുന്നു. കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിന് മുന്നിലെ വ്യാപകമായ കുഴിയിൽ അപകടക്കെണിയാകുന്നു. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പാതയോരത്തേക്ക് ഇടിച്ചു കയറിയ അപകടം. പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിന് 33 വർഷം കഠിന തടവും 3,50,000 രൂപ പിഴയും ശിക്ഷ. ഓട്ടോ ഡ്രൈവറായ പ്രതി പോർക്കുളം ആദൂർ വളപ്പിൽ ഷാഫിയെ ആണ് പോക്സോ ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. പിഴയിൽ 1,00,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. അതേസമയം അടുത്ത 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അടുത്ത 7 ദിവസം പടിഞ്ഞാറൻ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടിയിൽ മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. മങ്ങാട് വടക്കുമുറി കൊട്ടരപ്പാട്ടിൽ വീട്ടിൽ പ്രേമയുടെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ പൂങ്ങോട് ഫോറസ്റ്റ് പരിധിയിലുള്ള കണ്ടൻചിറ വനത്തിൽ നിന്നിരുന്ന പൂമരം കടപുഴകി വീണത്. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. വീടിനുള്ളിൽ പ്രേമ, മകന്റെ ഭാര്യ ശരണ്യ, പേരക്കുട്ടികളായ 7 വയസ്സുള്ള ആദിത്യ, 3 വയസ്സുള്ള ആദിൽ, 1 വയസ്സുള്ള ആദിവിക എന്നിവർ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ ES സുരേഷിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചു നീക്കി. പ്രദേശത്ത് നിരവധി മരങ്ങളാണ് ഭീതി പടർത്തി നിൽക്കുന്നത്. വനംവകുപ്പ് ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാറ്റിലും മഴയിലും പന്നിത്തടം കോൺകോട് സ്കൂളിനടുത്ത് തേക്ക് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. മേൽക്കൂരയ്ക്ക് മുകളിൽ നിർമ്മിച്ചിരുന്ന ഷീറ്റ് തകർന്നു. ബദ്രി പള്ളിക്ക് സമീപത്തുള്ള കോട്ടിലിങ്ങൽ സലാഹുദ്ദീന്റെ വീടിന് മുകളിലേക്കാണ് തേക്ക് മരം വീണത്. വേലൂരിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. പഞ്ചായത്തിലെ 12-ാം വാർഡിൽ കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീട്ടിലേക്കാണ് തെങ്ങ് വീണത്. വീടിന് വന്ന നാശനഷ്ടത്തിന് ദുരിത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം ലഭ്യമാക്കണമെന്ന് വാർഡ് മെമ്പർ CD സൈമൺ ആവശ്യപ്പെട്ടു. വേലൂർ RMS നഗറിൽ കനാലിനോട് ചേർന്ന് റോഡരികിൽ നിൽക്കുന്ന ഭീമൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് നിലം പതിച്ച മരം മുറിച്ചുമാറ്റിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലിജു, ഹരിക്കുട്ടൻ, ശരത് കുമാർ, S. സനിൽ എന്നിവർ ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അകലാട് ശക്തമായ കാറ്റിൽ ഓലവീടിന് മുകളിലേക്ക് തെങ്ങ് മുറിഞ്ഞു വീണു. കുട്ടികൾ അടക്കമുള്ളവർ പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി. യാസിൻ പള്ളിക്ക് തെക്ക് പരേതനായ പുതുപാറയ്ക്കൽ ഹംസക്കോയുടെ ഭാര്യ ഫാത്തിമയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണ് തകർന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ഫാത്തിമയുടെ ഭർതൃ സഹോദരി നസ്രിയയും ഭർത്താവ് ഷംസുവും അവരുടെ മകൻ റുമൈസയും 3 വയസ്സും 1 വയസ്സുമുള്ള 2 കുട്ടികളുമാണ് വീട്ടിൽ സംഭവ സമയം ഉണ്ടായിരുന്നത്. വീടിന്റെ പുറകുവശത്ത് ചുമരിനോട് ചേർന്ന് നിന്നിരുന്ന വലിയ തെങ്ങാണ് കടഭാഗത്തോട് ചേർന്ന് മുറിഞ്ഞു വീണത്. താബൂക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ചുമരും വീടിന്റെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. വലിയ ശബ്ദം കേട്ടതോടെ വീടിനകത്ത് കളിക്കുകയായിരുന്ന കുട്ടികളെ എടുത്ത് പുറത്തേക്ക് ഓടിയതിനാൽ ആളപായം ഒഴിവായി. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകുകയും പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു.
കുടുംബത്തെ അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് വീട് തകർച്ച വലിയ ആഘാതമായിരിക്കുകയാണ്. കാറ്റും മഴയും കൂടെ വന്നപ്പോഴാണ് ഈ തെങ്ങ് അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വീണു. ആകെ തകർന്നു. ആ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. അവർ മഴ വരുന്നത് കണ്ടപ്പോഴും എന്തോ ശക്തിയായ ഭൂകമ്പം പോലെയാണ് കുട്ടികൾക്ക് തോന്നിയത്. കുട്ടികൾ അത്രയും പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ വ്യാപക കൃഷിനാശം. സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപം ബത്ലഹേം നഗറിലെ തോട്ടത്തിലെ 40-ലധികം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. കർഷകനായ കുന്നത്തേരി മുരിങ്ങത്തേരി വീട്ടിൽ ഷൈജന്റെ തോട്ടത്തിലെ കുലവന്ന വാഴകളാണ് ഒടിഞ്ഞു വീണത്. എരുമപ്പെട്ടി കൃഷി ഓഫീസർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ പരിശോധിച്ചു. മേഖലയിലെ പലയിടങ്ങളിലും വാഴകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചത്തെ കാറ്റത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് നിങ്ങൾ ഊണയിക്കാൻ പോകാനുള്ള ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഊണയിച്ച് വന്ന് നോക്കുമ്പോഴാണ് 10-40ഓളം വാഴകൾ കംപ്ലീറ്റ് പൂത്ത് മറിഞ്ഞ് കിടക്കുന്നു. ഊണലും ഇട്ടുണ്ട്, പൊതിച്ചിലും എല്ലാം കഴിഞ്ഞ വാഴകളാണ്. ഇനിയിപ്പോൾ വെട്ടാൻ ആവശ്യമുള്ളൂ. എന്ത് കാറ്റാണോ ചുഴലിക്കാറ്റാണോ സംശയം ഉണ്ടാവുക. ചുരുട്ടി മടക്കിയിട്ട് കിടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ചുഴലിയാണെന്നാണ് നമ്മൾ കാറ്റ് കണ്ടിട്ടില്ല എങ്ങനെയാണ് വീശിയിരുന്നതെന്ന്. അങ്ങനെ 10-40ഓളം വാഴ 40 മീതെ ഉണ്ടാവും. വാഴ ഒക്കെ ഒടിഞ്ഞ് ഒന്നിനും പറ്റാത്ത കണ്ടീഷനായി. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് നുറാനിയ പള്ളിക്ക് വടക്കുവശം കാറ്റാടി മരം വീണ് വീട് ഭാഗികമായി തകർന്നു. സ്രാങ്കിന്റെ അകത്ത് ബക്കറിന്റെ ഓലവീടിന്റെ ചുമർ തകർന്നു. ശുചിമുറിയുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. മോട്ടോർ കണക്ഷൻ തകരുകയും ചെയ്തു. വീടിനകത്തുള്ളവർ അപകടം സംഭവിക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടൽഭിത്തിക്ക് സമീപം പഴക്കം ചെന്ന കാറ്റാടി മരങ്ങൾ കനത്ത കാറ്റിൽ എപ്പോൾ വേണമെങ്കിലും വീഴുമെന്ന ആശങ്കയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഴക്കം ചെന്നതും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്ന് പഞ്ചായത്ത് മെമ്പർ റാഹില വഹാബ് ആവശ്യപ്പെട്ടു. കാറ്റിലും മഴയിലുമാണ് ഇവരുടെ വീടിന് മുകളിൽ കാറ്റാടി മരം വീണ് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിലും മഴയ്ക്കും സാധ്യതകളുള്ള ദിവസങ്ങളാണ്. അപ്പോൾ പഴക്കം ചെന്ന മരങ്ങളായാലും മറ്റു മരങ്ങളും റോഡ് സൈഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളായാലും മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തും വില്ലേജും അതിന് വേണ്ട ശക്തമായ നടപടി. ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തി. നാഷണൽ ഹൈവേയിൽ ചാവക്കാട് മണത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന റോഡിന് വിള്ളലുണ്ടായ സാഹചര്യത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ വിദഗ്ധ സംഘത്തെ കൊണ്ട് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPSന്റെയും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷിന്റെയും നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. പരിശോധനാ സംഘത്തിൽ ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, ഭൂജല വകുപ്പ് സീനിയർ ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഡോക്ടർ N. സന്തോഷ്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ജയകുമാർ V, മോട്ടോർ വെഹിക്കിൾ ജോയിന്റ് RTO PN ശിവൻ, ഭൂരേഖ തഹസിൽദാർ VB ജ്യോതി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി VV തുടങ്ങിയവർ ഉണ്ടായിരുന്നു. പരിശോധനാ സമയത്ത് MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി അടിയന്തരമായി റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കുന്നതിന് വിദഗ്ധ സംഘത്തിന് MLA നിർദ്ദേശം നൽകി. മണത്തലയിൽ ദേശീയപാത 66-ൽ റോഡിൽ വിള്ളൽ വീണ സംഭവം കരാറുകാരന്റെ പിഴവെന്നും കേന്ദ്ര സർക്കാരും ഹൈവേ അതോറിറ്റിയും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമാകുമെന്നും കരാറുകാരായ ശിവാലയ ഗ്രൂപ്പിനെതിരെ നടപടിയുണ്ടാകുമെന്നും നിവേദിത കൂട്ടിച്ചേർത്തു. BJP മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി KR ബൈജു, മണ്ഡലം സെക്രട്ടറി സുബിൻ രാജ്, വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കർ, മേഖലാ സെക്രട്ടറി അനിൽ ചില്ലി, സുനിൽ കരയിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താതെയുള്ള കോൺട്രാക്ടർമാരുടെ പ്രവർത്തനം കൊണ്ട് ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്ന വികസനം ഇവിടെ ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്നുള്ളൊരു ചിന്തയോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസ്ഥാന
പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ആ രീതിയിൽ ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള രീതിയിൽ അവ മാറുന്നില്ല എങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ഏതറ്റം വരെയും ഭാരതീയ ജനതാ പാർട്ടി പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിന് സമീപം നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി പാതയോരത്തേക്ക് ഇടിച്ചു കയറി അപകടം. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. റോഡിലെ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിർ ദിശയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനത്തിന്റെ വരവ് കണ്ട് മറ്റു വാഹനങ്ങൾ ഒതുക്കി നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. പൂങ്കുന്നം കല്ലുംപുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരകേന്ദ്രം മുതൽ പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ട് വരെയുള്ള റോഡ് പുതിയതായി നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ടാറിംഗ് അവസാനിക്കുന്നയിടത്ത് റോഡിന്റെ പ്രതലം വളരെ താഴ്ചയിലുള്ളതും ഇവിടെ കുഴികൾ വ്യാപകമായുള്ളതുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല. അതിനാൽ അതിവേഗത്തിൽ പട്ടാമ്പി റോഡ് ഇറങ്ങിവരുന്ന വാഹനങ്ങൾ കുഴികളും റോഡിന്റെ താഴ്ചയും കണ്ട് പെട്ടെന്ന് വാഹനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് അപകട സാധ്യത സൃഷ്ടിക്കുന്നത്. മേഖലയിൽ പാറേമ്പാടം, അക്കിക്കാവ് എന്നിവിടങ്ങളിലും റോഡിൽ മഴ പെയ്തതോടെ കുഴികൾ നിറഞ്ഞിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. പുന്നിയൂർ പഞ്ചായത്ത് 4-ാം വാർഡിലെ റോഡ് റീടാറിംഗിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. 4-ാം വാർഡ് മുക്കണ്ടത്ത് താഴം ആട്ടൂരയിൽ ലിങ്ക് റോഡിന്റെ റീടാറിംഗ് മഴ പെയ്യുന്ന സമയത്തും നടത്തിയതായാണ് പ്രതിഷേധത്തിന് കാരണമായത്. വേനലിൽ ടാറിംഗ് നടത്താതെ മഴയിൽ ടാറിംഗ് നടത്തിയാൽ ഉണ്ടാകാവുന്ന അശാസ്ത്രീയതയെക്കുറിച്ച് നാട്ടുകാർ പഞ്ചായത്ത് എഇയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതേസമയം എഇയുടെ സമ്മതമില്ലാതെയാണ് പ്രവൃത്തി നടത്തുന്നത് എന്നാണ് മറുപടി കിട്ടിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇന്ന് എയിനെ കോൺടാക്ട് ചെയ്തപ്പോൾ എഇ പോലും അറിയാതെയാണ് കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ തന്നിഷ്ടത്തിനാണ് വടക്കേ പൊന്നിയൂരിലെ 4-ാം വാർഡിൽ മുക്കടത്തെ താഴെ റോഡിൽ സൈഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വന്ന് പശ ഒട്ടിച്ച് അവർ ഒഴിച്ച് ഇന്നാണ് ടാറിംഗ് ചെയ്തത്. ശക്തമായ മഴ നിൽക്കുകയാണ്. പൊന്നിയൂർ പഞ്ചായത്ത് ആരെയൊക്കെയോ സംരക്ഷിക്കാനും തൃപ്തിപ്പെടുത്തുവാനും അതിലുപരി അഴിമതിക്ക് വേണ്ടിയാണ് ഈ ടാറിംഗ് നടത്തുന്നതെന്ന് പൊന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ടാറിംഗിന് മുമ്പ് പശയായി ഒഴിക്കുന്ന ബിറ്റുമിൻ കെമിക്കൽ മഴയത്ത് റോഡരിയിലെ കാനയിലേക്കും പറമ്പുകളിലേക്കും ഒലിച്ചിറങ്ങിയ അവസ്ഥയാണുള്ളത്. ഇത് പ്രദേശത്തുകാരുടെ കുടിവെള്ള സ്രോതസ്സിനെയും ഉൾനാടൻ മത്സ്യങ്ങൾക്കും ബാധിക്കുമെന്ന് ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന് പരാതി നൽകുവാൻ തയ്യാറായിരിക്കുകയാണ് പ്രവർത്തകർ. രാത്രിയിലാണ് ഇവിടെ ഈ പെട്രോളിയം കെമിക്കൽ ഒഴിച്ചിട്ടുള്ളത്. രാത്രി സമയത്താണ് ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം രാത്രിയിലും ഇന്ന് കാലത്തുമായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്തപ്പോൾ ഈ ഒഴിച്ച കെമിക്കൽ എല്ലാം വിവിധ കിണറുകളിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഈ നാട്ടുകാർ. കാരണം ആ കെമിക്കൽ കിണറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം ആരോഗ്യ പ്രശ്നത്തിൽ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. എല്ലാ കാനകളിലേക്കും ആ വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. ഇന്നലെ ഒഴിച്ച ആ കെമിക്കൽ എല്ലാ കാനകളിലേക്കും ഒഴുകിപ്പോയിട്ടുണ്ട്. അത് പാടത്ത് വരെ എത്തിയിട്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താണ്. ഇതിന് പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം 2 മാസത്തെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായാണ് തൊഴിലാളികളെ കിട്ടിയതെന്നും കരാർ കാലാവധിയിൽ റോഡിന് എന്തെങ്കിലും തകരാർ സംഭവിക്കുകയാണെങ്കിൽ തന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തകരാർ പരിഹരിക്കുമെന്നും കരാറുകാരൻ വിജയൻ കാരയിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരായ പുന്നിയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, ഉമ്മർ അറക്കൽ, കരീം, MP മൊയ്തീൻ തുടങ്ങിയവരാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഒരുമനിയൂർ മുത്തമാവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കടയിൽ ഇടിച്ചു കയറി അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. മുത്തമാവ് സ്വദേശി ഷജീറിന്റെ ഉടമസ്ഥതയിലുള്ള സഫ ബേക്കറിയിലാണ് വാഹനം ഇടിച്ചു കയറിയത്. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പ് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരികെയും കടയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. കടയിൽ ചായ കുടിച്ചിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ചില്ലുകളും മറ്റും തകർന്നു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി സ്ഥാപന ഉടമ പറഞ്ഞു. പൂങ്കുന്നം മുതൽ കല്ലുംപുറം വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം ഗതാഗതക്കുരുക്കും രൂക്ഷമാകുന്നു. കുന്നംകുളം മുതൽ അക്കിക്കാവ് വരെയുള്ള റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുകയും പുതിയ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കിക്കാവ് മുതൽ പാറേമ്പാടം വരെ കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. കോഴിക്കോട് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോർക്കുളം, പഴഞ്ഞി, ജെറുസലേം വഴിയാണ് തിരിച്ചുവിടുന്നത്. അക്കിക്കാവിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. കൊങ്ങണൂർ, അഗതിയൂർ വഴികളിലൂടെ പ്രധാന പാതയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതാണ് അക്കിക്കാവിൽ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. കൊങ്ങണ്ണൂർ റോഡിനരികിൽ കൾവേർട്ട് തകർന്നത് പുനഃസ്ഥാപിച്ചെങ്കിലും മഴയിൽ റോഡിലേക്ക് മണ്ണൊലിച്ചെത്തുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്.
വാഹനങ്ങളുടെ ബാഹുല്യവും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും കാരണം ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇതുവഴിയുള്ള യാത്ര. കാലവർഷം എത്തുന്നതിന് മുന്നേ പരമാവധി പ്രവൃത്തികൾ തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മഴ പലപ്പോഴും നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേ ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള മേരി ലൈഫ് ക്യാമ്പയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നഗരസഭാ കൗൺസിലർ വി.കെ. സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ മാസ്റ്റർ ദീപ ദത്തൻ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം.എ. അജിൻസ് നടത്തി. വർദ്ധിച്ചുവരുന്ന ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. 15 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് റെയിൽവേയുടെ ഈ ക്യാമ്പയിനെന്നും മേഖലയിൽ വ്യത്യസ്തമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിന് 33 വർഷം കഠിന തടവും 3,50,000 രൂപ പിഴയും വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി പിഴയിൽ 1,00,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവ്. 2019 മുതൽ 2024 വരെ പ്രതിയുടെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തുകയും പെൺകുട്ടിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിലാണ് ഓട്ടോ ഡ്രൈവറായ പ്രതി പോർക്കുളം ആദൂർ വളപ്പിൽ ഷാഫിയെ പോക്സോ ജഡ്ജ് എസ് ലിഷ 33 വർഷം കഠിന തടവിനും 3,50,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത്. പ്രതി അതിജീവിതയെ കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും അപവാദ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അതിജീവിത ആത്മഹത്യ ചെയ്യുന്നതിന് ശ്രമം നടത്തി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വി ജിഷിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഷാഫിയെ ശിക്ഷിച്ചത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ എം ജോർജാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ്, അഡ്വക്കേറ്റ് കെ എൻ അശ്വതി, അഡ്വക്കേറ്റ് ചിത്ര എന്നിവരും സഹായിയായി. ഗ്രേഡ് ASI ഗീതയും സഹായിയായി പ്രവർത്തിച്ചു. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ കുടുങ്ങിയ KSRTC ബസ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുത്തു. മുണ്ടൂരിൽ നിന്നെത്തിയ ക്രെയിൻ സർവീസും വർക്ക്ഷോപ്പ് ജീവനക്കാരും ചേർന്ന് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ബസ് കുഴിയിൽ നിന്നും വലിച്ചു കയറ്റിയത്. ബുധനാഴ്ച രാത്രിയാണ് ബസ് ജലനിധി പദ്ധതിക്കായി എടുത്ത കുഴിയിൽ കുടുങ്ങിയത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസിന്റെ വലതുഭാഗമാണ് കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കാനയിൽ അകപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് മണിക്കൂറുകളോളം ഇതുമൂലം വലഞ്ഞിരുന്നത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ നടന്ന സംഭവത്തിൽ 18 മണിക്കൂറിന് ശേഷമാണ് ബസ് കുഴിയിൽ നിന്നും ഉയർത്താനായത്. തൃശൂരിൽ നിന്നും KSRTCയുടെ മറ്റൊരു ബസ് വന്ന് ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമാകുകയായിരുന്നു. കേച്ചേരിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളെല്ലാം ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. അപകടം സംഭവിച്ചതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗത കുരുക്കുമുണ്ടായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ 3,09,500 രൂപ വകയിരുത്തിയാണ് വിവിധ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിന് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി, നിർവഹണ ഉദ്യോഗസ്ഥയായ ICDS സൂപ്പർവൈസർ സുലോചന തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ തീം സോങ് ശ്രദ്ധേയമാകുന്നു. കുട്ടഞ്ചേരി ഗ്രാമത്തിന്റെ സമഗ്രമായ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്ഷരങ്ങളെ കൂട്ടിവെച്ച വാക്കുകളെ അറിയുവാൻ, വാക്കുകൾ ചേർത്ത് വെച്ച ആശയങ്ങൾ അറിയുവാൻ, വായനയല്ലാതെ വേറെ വഴികളില്ല കൂട്ടരെ എന്ന വരികളിലാണ് തീം സോങ് ആരംഭിക്കുന്നത്. വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഗാനം രചിച്ചത് വായനശാല സെക്രട്ടറിയായ വിമലേഷ് കുമാറാണ്. ക്യാമറ ദീപക് ചന്ദ്രനും, ഗാനാലാപനം ശിവാനി ശിവപ്രകാശ്, ആതിര രാജേഷ്, അതുല്യ ശിവദാസ് എന്നിവരുമാണ് നിർവഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്ററുടേതാണ് ആശയവും സംവിധാനവും. ഇത്തരമൊരു നാടിന്റെ വലിയ സ്വപ്നമാണ് നാളെ പ്രിയപ്പെട്ട MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തതുകൂടി സാധ്യമാവുന്നത്. ഈ സംരംഭത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു മനോഹരമായ ഗാനം രചിച്ചത് പ്രിയപ്പെട്ട ശ്രീ വിമലേഷ് കുമാർ കുട്ടഞ്ചേരിയാണ്.
അദ്ദേഹത്തിന്റെ രചനയുടെ ആ ഒരു വൈഭവത്തെ തുടർന്നാണ് ഇത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറ്റണമെന്നുള്ള ആഗ്രഹം വന്നത്. അതിന്റെ ഭാഗമായി നാടിന്റെ സ്പന്ദനങ്ങൾ അല്ലെങ്കിൽ നാടിന്റെ ഒരു മനോഹാരിതയെ, നാടിന്റെ നന്മയെ അല്ലെങ്കിൽ നാടിന്റെ പച്ചപ്പിനെയൊക്കെ തൊട്ടറിഞ്ഞുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. തീം സോങ്ങിന്റെ പ്രകാശനം കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് നിർവഹിച്ചു. വായനശാല രക്ഷാധികാരിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് അധ്യക്ഷനായി. തുള്ളൽ കലാകാരൻ പ്രദീപ് നമ്പീശൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, കലാസാംസ്കാരിക പ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി, വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ, സെക്രട്ടറി വിമലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. മെയ് 31-നാണ് പ്രതിഷ്ഠാദിന മഹോത്സവം. വ്യാഴാഴ്ച വൈകിട്ട് യജ്ഞാചാര്യൻ ഗുരുവായൂർ മണികണ്ഠവാര്യരെ പൂത്താലത്തിന്റെ അകമ്പടിയോടെ ആചാര്യവരണം നടത്തി. തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരിയും ചേർന്ന് ദീപം തെളിയിച്ച് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കം കുറിച്ചു. മണികണ്ഠവാര്യർ ദേവി മഹാത്മ്യ പാരായണം നടത്തി. മെയ് 23 മുതൽ 31 വരെ യജ്ഞമണ്ഡപത്തിൽ ഭഗവതിക്ക് പ്രത്യേക പൂജകളും ദിവസവും ഭക്തർക്ക് പ്രസാദ ഊട്ടും, ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, പറവെപ്പ് തുടങ്ങിയ ചടങ്ങുകളും നടക്കും. നവാഹയജ്ഞത്തിന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകും. കേച്ചേരിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷം. പട്ടാപ്പകൽ വീടുകളിൽ കയറി മോഷണം പതിവാകുന്നതായി പരാതി. കേച്ചേരി സെന്ററിലും സമീപ പ്രദേശങ്ങളിലുമാണ് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നത്. മേഖലയിൽ കളവ് വ്യാപകമാകുന്നതിന് പിന്നിൽ ഇവരെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിലായി കേച്ചേരി മേഖലയിൽ പട്ടാപ്പകൽ പോലും മോഷണങ്ങൾ നടക്കുന്ന സ്ഥിതിയാണുള്ളത്. സവിത തിയേറ്ററിനു സമീപം താമസിക്കുന്ന ഡോക്ടർ സ്പെൻസറിന്റെ വീട്ടിൽ നിന്നും സൈക്കിളും തോട്ടം നനയ്ക്കുന്ന പൈപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് കവർന്നത്. 2 പേർ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതും വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ചിരുന്ന സൈക്കിളും മറ്റു സാധന സാമഗ്രികളും എടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകുന്നതും വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കിൽ കയറിപ്പോകുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മേഖലയിൽ മദ്യപിച്ച് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്നാണ് കരുതുന്നത്. മോഷണം ലക്ഷ്യമാക്കി വീടുകളിലെത്തുന്ന സാമൂഹ്യവിരുദ്ധർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സംഘം ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താനാണ് മോഷണം പതിവാക്കിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് സഹകരണ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച സ്റ്റുഡന്റ് സഹകരണ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നിർവഹിച്ചു. ഭരണസമിതി അംഗം CA ഗോപി അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി KJ ബിജു, ഭരണസമിതി അംഗം KL ജോജുമോൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, സഹകാരികൾ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാഗ്, കുട, നോട്ട് പുസ്തകം, പേന, പെൻസിൽ, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടിൽ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളവയെല്ലാം സ്റ്റുഡന്റ് സഹകരണ മാർക്കറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതി വയോജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന നാടക ക്യാമ്പിന്റെ ഉദ്ഘാടനം സംവിധായകൻ അഭിമന്യു നിർവഹിച്ചു. വയോജനവേദി ചെയർമാൻ VV സത്യൻ അധ്യക്ഷനായി. സിനിമാ നിരൂപകൻ MC രാജനാരായണൻ, പ്രൊഫസർ KB റോയ്, സുനിൽ ചുണ്ടൽ, ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, PK നന്ദകുമാർ, VD ബിജു, ശശി മനയിൽ എന്നിവർ സംസാരിച്ചു. നാടകത്തിന്റെ ചരിത്രത്തെ അറിഞ്ഞുകൊണ്ട് പുതിയ കാലത്തിന്റെ ആവിഷ്കാരങ്ങൾ എങ്ങനെ ജനകീയമായി സാധ്യമാക്കാം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് വയോജനവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന നാടക ക്യാമ്പ് സംഘടിപ്പിച്ചത്. BJP ഒരുമനയൂർ പഞ്ചായത്ത് വികസിത കേരളം നേതൃശില്പശാല BJP തൃശൂർ നോർത്ത് ജില്ലാ ഉപാധ്യക്ഷൻ ഉല്ലാസ് മുള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. ശില്പശാലയിൽ BJP നോർത്ത് ജില്ലാ സെക്രട്ടറി KR ബൈജു വിഷയാവതരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി, ഒരുമനയൂർ പഞ്ചായത്ത് വികസിത കേരളം ഇൻചാർജ് സുമേഷ് തേർലി,
മണ്ഡലം സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PS ഷനിൽകുമാർ സ്വാഗതവും ചാവക്കാട് മണ്ഡലം സെക്രട്ടറി വിനീത് കുറുപ്പേരി നന്ദിയും പറഞ്ഞു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങളായി. വൈകിട്ട് 5:30 നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ ശുശ്രൂഷകൾക്ക് തുടക്കമാകുമെന്ന് വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം അറിയിച്ചു. തൃശൂർ അതിരൂപതയിൽ ആദ്യമായാണ് 1500 തിരുശേഷിപ്പുകളുടെ പൊതുദർശനത്തിനും വണക്കത്തിനുമുള്ള സൗകര്യമൊരുക്കുന്നത്. കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ശിരസിലണിയിച്ച മുൾക്കിരീടത്തിന്റെ ഒരു ഭാഗം, പരിശുദ്ധ മാതാവിന്റെ ശിരോവസ്ത്രത്തിന്റെ ഒരു ഭാഗം, വിശുദ്ധ യൗസേപിതാവിന്റെ പാലിയത്തിന്റെ ഒരു ഭാഗം, 12 ശ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയും വേദപാരംഗതരുടെയും ഭാരതത്തിലെ വിശുദ്ധരുടെയും ABC കാറ്റഗറിയിലുള്ള തിരുശേഷിപ്പുകൾ എന്നിവ ഉണ്ടാകും. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും തിരുശേഷിപ്പുകൾ കാണുന്നതിനും വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ KG ബാബു, പേൾജൂബി ചുങ്കത്ത്, CN ഇമ്മാനുവൽ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. ഈശ്വംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൃശ്ശൂർ അതിരൂപത സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ കുന്നംകുളം ചെർളയം ദേവാലയത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മെയ് 24-ാം തീയതി വൈകിട്ട് 6:30 മുതൽ വൈകിട്ട് 9:30 വരെയും, മെയ് 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9:30 വരെയും 1500-ലധികം തിരുശേഷിപ്പുകളുടെ പൊതുദർശനവും വണക്കവും ഇവിടെ ഒരുക്കുകയാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഒരു അനുഗ്രഹത്തിൻ്റെ വേദി ഒരുക്കുകയാണ് ഈ ദേവാലയ അങ്കണത്തിൽ. നിങ്ങൾ ഓരോരുത്തരെയും ഇടവകയുടെ പേരിൽ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യ സഹകരണം പ്രതീക്ഷിക്കുന്നു. പുന്നയൂർകുളം പഞ്ചായത്തിന്റെയും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴക്കാല രോഗ അവലോകന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗം സെക്രട്ടറി ശ്രീലത ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്കണവാടി ടീച്ചർമാർ, സ്കൂൾ ടീച്ചർമാർ, യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പൊതുജനാരോഗ്യ നിയമത്തെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഫിദ ഫാത്തിമ, വന്ദന, ഉണ്ണികൃഷ്ണൻ, സ്മിത തുടങ്ങിയവർ ക്ലാസ് എടുത്തു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു. മർത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിവിധ പരിപാടികളോടെ നടത്തിയ നവതി വർഷാചരണം ഞായറാഴ്ച സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ രാവിലെ 8-ന് വിശുദ്ധ കുർബാന അർപ്പിക്കും. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത സഹകാർമ്മികത്വം വഹിക്കും. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്, സീനിയേഴ്സ് മീറ്റ്, ദമ്പതി സംഗമം, നവതി ദീപം തെളിയിക്കൽ, മുത്തുക്കുട സമർപ്പണം, ഭദ്രാസന അടിസ്ഥാനത്തിൽ ആരാധന, സംഗീത മത്സരം എന്നീ പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ചേരുന്ന പൊതുസമ്മേളനം കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനാകും. ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക്, വൈദിക ശ്രേഷ്ഠർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിക്കും. വിവിധ മേഖലകളിൽ മികവേറിയ നേട്ടങ്ങൾ കൈവരിച്ച ഇടവക അംഗങ്ങളെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. നവതി വിത്ത് ചാരിറ്റി എന്ന പേരിൽ ഭവനങ്ങളിൽ നിന്നും സമാഹരിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള തുക ചടങ്ങിൽ ഇടവകയ്ക്ക് കൈമാറുമെന്ന് വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, കൈസാനി CS തോമസ്, സെക്രട്ടറി GOK വിൽസൺ, ജനറൽ കൺവീനർ CK സാംസൺ, മീഡിയ കൺവീനർ മിഖായൽ ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗീതാ സത്സംഗം ചിന്മയ മിഷൻ ഗുരുവായൂർ സെന്ററിൽ കാസർഗോഡ് നീലേശ്വരം ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി വിശ്വാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീത സത്സംഗം നടത്തി. ഭഗവത്ഗീതയുടെ 3-ാം അധ്യായത്തെ ആധാരമാക്കി അദ്ദേഹം പ്രഭാഷണം നടത്തി. ചിന്മയ മിഷൻ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ, സെക്രട്ടറി C സജിത് കുമാർ, ട്രഷറർ ഡോക്ടർ സുരേഷ് നായർ, ദേവി ഗ്രൂപ്പ് പ്രസിഡന്റ് ഹേമ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഇന്റർ സെക്ടറൽ മീറ്റിംഗ് നടത്തി. മഴക്കാല രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്നതിനുമായി
പഞ്ചായത്തിന്റെയും ആരോഗ്യ കേന്ദ്രത്തിന്റെയും കീഴിലുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനായാണ് ഇന്റർ സെക്ടറൽ മീറ്റിംഗ് ചേർന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയിലെ പ്രവർത്തകർ നിരുത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആശാവർക്കർമാർ കൃത്യമായി ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല പ്രശ്നങ്ങളുണ്ടാവും, അവരുടേതായ പല പ്രശ്നങ്ങളുണ്ടാവും. അവരുടേതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി വെച്ച് പണി അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഇത്ര സമയം വരെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു പോകേണ്ടത്. അതല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്ന സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിതരാണ്. അത് പങ്കെടുത്തേ പറ്റൂ. പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം ബോധിപ്പിക്കാൻ അവർ നിർബന്ധിതരാണ്. വിവിധ വകുപ്പുകളിലുള്ള 100ഓളം സോഷ്യൽ വർക്കർമാർ മീറ്റിംഗിൽ പങ്കെടുത്തു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയകുമാർ പുളയ്ക്കൽ, മെഡിക്കൽ ഓഫീസർ ശ്രീകാന്ത്, ഹോമിയോ ഡോക്ടർ നിസമോൾ, ആയുർവേദ ഡോക്ടർ മണികണ്ഠൻ, സെക്രട്ടറി ഉല്ലാസ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് കാനയുടെ നടുവിൽ ഇലക്ട്രിക് പോസ്റ്റ്. കോൺക്രീറ്റ് കാന നിർമ്മിക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരുന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പന്നിത്തടം സെന്ററിൽ കോൺക്രീറ്റ് കാന നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണത്തിനു വേണ്ടി മുൻപ് KSEB പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. ഇങ്ങനെ മാറ്റി സ്ഥാപിച്ച ഒരു പോസ്റ്റാണ് കാനയുടെ നടുവിലായത്. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതെ കരാറുകാരൻ കോൺക്രീറ്റ് കാന നിർമ്മിക്കുകയായിരുന്നു. കാനയുടെ നടുവിൽ പോസ്റ്റ് നിന്നാൽ മഴ പെയ്താൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പന്നിത്തടം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കുമെന്ന് നാട്ടുകാരും വ്യാപാരികളും പറയുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. മമ്മിയൂർ പെൻഷനേഴ്സ് ഹാളിൽ ചേർന്ന സ്വീകരണ യോഗം KSSPU ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി അംഗം PI സൈമൺ മാസ്റ്റർ പൊന്നാട അണിയിച്ച് AP ജോസ് മാസ്റ്ററെ ആദരിച്ചു. സ്വീകരണ യോഗത്തിൽ KA വാസു, K ബാലമോൻ, M രവീന്ദ്രൻ, KH കയ്യുമു ടീച്ചർ, PK റോസ്ലി, PV അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ സ്വാഗതവും P ശിവദാസൻ നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ K ദാമോദരന്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ K ദാമോദരൻ അക്കാദമി ഏർപ്പെടുത്തിയ 2025 K ദാമോദരൻ സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2023-24 വർഷങ്ങളിൽ 1ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള കവിതാ സമാഹാരത്തിനാണ് അവാർഡ് നൽകുന്നത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുസ്തകങ്ങൾ പ്രസാധകർക്കും അയക്കാം. പുസ്തകങ്ങളുടെ 4 കോപ്പികൾ വീതം ജൂൺ 10 മുമ്പ് സെക്രട്ടറി K ദാമോദരൻ അക്കാദമി, എടപ്പള്ളി റോഡ്, ഗുരുവായൂർ PO, തൃശൂർ ജില്ല 680-101 വിലാസത്തിൽ അയക്കും. 27 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണന് ബാങ്ക് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച യാത്രയയപ്പ് നൽകും. ഉച്ചതിരിഞ്ഞ് 2:30 ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പിള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബാങ്ക് ജീവനക്കാരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും. വിപണി. ആധുനിക ചികിത്സാ സംവിധാനങ്ങളോടുകൂടി അല്ലമീൻ ക്ലിനിക് എരുമപ്പെട്ടി കരിയന്നൂരിലെ ജെസ്സി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. പന്നിത്തടം അല്ലമീൻ ആശുപത്രിയുടെ സഹോദര സ്ഥാപനമാണ് കരിയന്നൂർ അല്ലമീൻ ക്ലിനിക്. AC മൊയ്തീൻ MLA ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലാബിന്റെ ഉദ്ഘാടനം അല്ലമീൻ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് ഉസ്മാൻ നിർവഹിച്ചു. ഫാർമസിയുടെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഫീസ ഉസ്മാൻ നിർവഹിച്ചു. MD ഡോക്ടർ മുഹമ്മദ് റോഷൻ, പന്നിത്തടം മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാഹലി അൻവരി ചേകന്നൂർ, പഞ്ചായത്ത് മെമ്പർ സതി മണികണ്ഠൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും
സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും വ്യാപാര മെഡിക്കൽ രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജി ആൻഡ് ഓബ്സ്റ്റട്രിക്സ്, പീഡിയാട്രിക് തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനമുണ്ടായിരിക്കും. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 99 61 16 30 77. അധ്യാപകർക്കുള്ള കൈപ്പുസ്തകങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് KATF തൃശൂർ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധ്യാപകർക്കുള്ള പരിശീലനത്തിന്റെ സംസ്ഥാന ജില്ലാ ക്യാമ്പുകൾ സമാപിച്ചു. സ്കൂൾ തല പരിശീലനത്തിൽ ഈ ആഴ്ചയിലെ 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2, 4, 6, 8, 10 ക്ലാസുകളിലാണ് ഇക്കൊല്ലം പാഠപുസ്തകങ്ങൾക്ക് മാറ്റമുള്ളത്. ക്ലാസുകൾക്ക് മുമ്പ് തന്നെ കൈപ്പുസ്തകങ്ങൾ ലഭ്യമായെങ്കിലേ പരിശീലനം വേണ്ടത്ര ഗുണം ചെയ്യുകയെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. 2025-26 അധ്യയന വർഷത്തിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പാവർട്ടിയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി സംഘടനാ ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂരിന് നൽകിക്കൊണ്ട് തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി C അനസ് ബാബു, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ഷഫീഖ്, ഉമർ ഫായിസ്, ഖൻസ, ആസിയ കുന്നംകുളം, സുമയ്യ, മാലിക് ഒരുമനയൂർ, റിയാസുദ്ദീൻ പഴഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കുന്നംകുളം ബ്രാഞ്ച് കൗൺസിൽ സ്ഥാപക പ്രസിഡന്റ് TI ജോൺസന്റെ LIC കരിയറിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും സംഘടനയുടെ കുടുംബ സംഗമവും ജനറൽ ബോഡിയും നഗരസഭ ടൗൺ ഹാളിലെ മിനി ഹാളിൽ നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. LIC ഓഫ് ഇന്ത്യ കുന്നംകുളം ചീഫ് മാനേജർ R നന്ദകുമാർ മുഖ്യാതിഥിയായി. LIC കരിയറിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കുന്നംകുളം ബ്രാഞ്ച് കൗൺസിൽ സ്ഥാപക പ്രസിഡന്റ് TA ജോൺസനെ VM സുധീരൻ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. LIC ഓഫ് ഇന്ത്യ കുന്നംകുളം ചീഫ് മാനേജർ R നന്ദകുമാർ മുതിർന്ന LIC ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രോഗ്രാം ചെയർമാൻ K റാഫേൽ അധ്യക്ഷനായി. LIC കുന്നംകുളം ABM P അനിൽകുമാർ, ഫെഡറേഷൻ ഡിവിഷണൽ പ്രസിഡന്റ് ബാലമുകുന്ദൻ, ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CP നാരായണൻ, LIC കുന്നംകുളം ATC പ്രിൻസിപ്പാൾ വിജയ ഗോവിന്ദൻ, സ്റ്റാഫ് യൂണിയൻ AV അക്ഷയകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ N കുമാരൻ നായർ, LIC ഏജന്റ് ഓർഗനൈസേഷൻ ഭാരവാഹി PT മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് പ്രോഗ്രാം കൺവീനർ K കേശവദാസ് സ്വാഗതവും മുൻ ട്രഷറർ NA നൌഷാദ് നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച തൃശൂരിൽ നടക്കാനിരിക്കുന്ന മെക്ക തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. തൃശൂർ MIC ഓഡിറ്റോറിയത്തിൽ മെയ് 25-ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന മൈനോറിറ്റി സെൽ മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ P നസീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ഗഫൂർ T മുഹമ്മദ് പ്രാർത്ഥന നിർവഹിക്കും. അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് KR നസീബുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. വിവിധ സംഘടനാ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന സെഷനിൽ സംസ്ഥാന ട്രഷറർ CB കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അലി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MA ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 111 രൂപ. ചരമം കോട്ടോൽ മാനങ്കണ്ടത്ത് പരേതനായ ഹസൻ മുസ്ലിയാർ ഹാജിയുടെ മകൻ ഗുത്തുബുദ്ദീൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. ഖബറടക്കം കോട്ടോൽ മഹൽ ഖബർസ്ഥാനിൽ നടന്നു. റജീനയാണ് ഭാര്യ. അബ്ദുൾ ബാരി, ജിസാവുദ്ദീൻ, മുഹസിന, അബ്ദുൽ ഹാദി, അബ്ദുൾ മാലിക് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി കുന്നത്തേരി മലയഞ്ചാത്ത് മുകുന്ദൻ നായർ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. വിജയലക്ഷ്മിയാണ് ഭാര്യ. കൃഷ്ണകുമാർ, അനിത എന്നിവർ മക്കളാണ്. കുന്നംകുളം പാറയമ്പാടം കൊല്ലംകുളങ്ങര വീട്ടിൽ സുമിത്ര നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതനായ പ്രഭാകരൻ ഭർത്താവും. രാജീവ്, സഞ്ജീവ്, പ്രജീവ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് വലിയപുരയ്ക്കൽ വീട്ടിൽ ബാലൻ നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടന്നു. മുൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ VS പ്രശാന്തൻ, സദീബായ് എന്നിവർ സഹോദരങ്ങളാണ്. അഞ്ഞൂർ വലവീട്ടിൽ പരേതനായ വേലായുധൻ മകൻ മണികണ്ഠൻ നിര്യാതനായി 36 വയസ്സായിരുന്നു. അഞ്ജു ഭാര്യയും. അഭിജിത്ത്, അശ്വജിത്ത്, അനഘ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടന്നു.
വെള്ളർക്കാട് നെല്ലിക്കുന്ന് കുറുമ്പൂർ പരേതനായ മാധവന്റെ മകൻ ഗോപി നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. വനജ ഭാര്യയും അജയ്, അർഷ എന്നിവർ മക്കളുമാണ്. വാഗ ചേലൂർ മൂക്കോല ശങ്കരൻ മകൻ ശങ്കുരു നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് എളവള്ളി ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. തെക്കേപ്പുറം പുലിക്കോട്ടിൽ ഡേവിഡ് മകൻ ഗ്രിജോ പി ഡേവിഡ് നിര്യാതനായി 42 വയസ്സായിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ സംസ്കാരം നടന്നു. സിന്ധു ഭാര്യയും സ്മിത മാതാവുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തി. വിള്ളൽ വീണ സംഭവം കരാറുകാരന്റെ പിഴവെന്നും കേന്ദ്ര സർക്കാരും ഹൈവേ അതോറിറ്റിയും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ. പൂങ്കുന്നം മുതൽ കല്ലുംപുറം വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം ഗതാഗതക്കുരുക്കും രൂക്ഷമാകുന്നു. കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിന് മുന്നിലെ വ്യാപകമായ കുഴികൾ അപകട ഭീഷണിയാകുന്നു. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പാതയോരത്തേക്ക് ഇടിച്ചു കയറി അപകടം. പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കുകയും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവിന് 33 വർഷം കഠിന തടവും 3,05,000 രൂപ പിഴയും ശിക്ഷ. ഓട്ടോ ഡ്രൈവറായ പ്രതി പോർക്കുളം ആദൂർ വളപ്പിൽ ഷാഫിയെയാണ് പോക്സോ ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. പിഴയിൽ 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.